പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിവാദം സൃഷ്ടിച്ച കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് വെല്ലുവിളിയുമായി പ്രതിയും ഡിവൈഎഫ്ഐ നേതാവുമായ ജിതിൻ ഭാസ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആർക്കെങ്കിലും താൻ അയച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ കഴിയുമോ എന്നതാണ് വെല്ലുവിളി. 200 പേർക്ക് താൻ കാഫിർ സ്ക്രീൻഷോട്ട് അയച്ചു എന്നതാണ് പറയുന്നത്. തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെയുണ്ട്. 10 പേർക്കെങ്കിലും അയച്ചു എന്ന് തെളിയിക്കാൻ കഴിയുമോ? അതിന് കഴിഞ്ഞാൽ താനാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പിച്ചോളൂ എന്നും ജിതിൻ ഭാസ്കർ പറയുന്നു. പറയാൻ തനിക്ക് ഒത്തിരിയുണ്ട്, എന്നാൽ കേസ് കോടതിയിലാണ്. പ്രതികരിക്കരുതെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞതുകൊണ്ട് താനൊന്നും പറയുന്നില്ലെന്നും ജിതിൻ ഭാസ്കർ ഫേസ്ബുക്കിൽ കുറിച്ചു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഏതായാലും ഇപ്പോൾ ജിതിൻ ഭാസ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഏറെ വിവാദം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട്. വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം എന്ന് പറയുന്നത്. ആ സംഭവത്തിൽ UDF സർക്കാർ വന്നതിന് ശേഷം നിയമിച്ച SIT അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗമായിരുന്ന വടകരയിലെ തിരുവള്ളൂർ സ്വദേശി ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ജിതിൻ ഭാസ്കർ ഇപ്പോൾ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: തനിക്ക് പറയാൻ ഒത്തിരിയുണ്ട്, എന്നാൽ കേസ് കോടതിയിലാണ്. പറയേണ്ടെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞതുകൊണ്ട് അക്കാര്യം പറയുന്നില്ല. എങ്കിലും 200 പേർക്ക് താൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഈ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് താൻ 200 പേർക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. തന്റെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ 250ഓളം ആളുകളുണ്ട്. അതിൽ തിരുവള്ളൂരിലെ അടിയുറച്ച കോൺഗ്രസുകാരുണ്ട്. അവരുടെ പേരും പറയുന്നുണ്ട്. ആ കോൺഗ്രസുകാരുടെ ഇവരൊക്കെ താൻ ബ്രോഡ്കാസ്റ്റ് ഉപയോഗിച്ച് പോസ്റ്ററുകളും ഭരണമുള്ളപ്പോൾ വികസന നേട്ടങ്ങളും പ്രതിപക്ഷത്തിന്റെ പൊള്ളത്തരങ്ങളും തുറന്നു കാണിച്ചിട്ടുള്ള ആശയങ്ങൾ ഇവർക്കൊക്കെ താൻ അയക്കാറുണ്ട് എന്ന് പറയുന്നു. അന്ന് സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ താൻ 200 പേർക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കോൺഗ്രസുകാരുടെയും മറ്റ് എന്റെ ബ്രോഡ്കാസ്റ്റിലുള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 200 പേർക്ക് വേണ്ട ഒരു 10 പേർക്കെങ്കിലും അയച്ചിട്ടുള്ള ഈ പോസ്റ്ററിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ കഴിയുമോ എന്നാണ് വെല്ലുവിളി. അങ്ങനെ കാണിച്ചു തന്നാൽ ഇത് ചെയ്തത് താനാണ് എന്ന് ഉറപ്പിച്ചോളൂ എന്നുകൂടി വെല്ലുവിളിക്കുകയാണ് ജിതിൻ ഭാസ്കർ. അതേസമയം ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിനും ഒപ്പം തന്നെ ഫോൺ പരിശോധനയിലുമെല്ലാം തന്നെ ജിതിൻ ഭാസ്കർ ഇത് പങ്കുവച്ചു എന്നതിന്റെ തെളിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. കോടതിയിൽ അത് സംബന്ധിച്ച റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് താൻ നിരപരാധിയാണ് എന്ന വാദം ഉയർത്തിക്കൊണ്ടുള്ള ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുള്ള ജിതിൻ ഭാസ്കറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്.